ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. 2026 മാർച്ച് മാസം 17-ാം തീയതി ഇഹലോകവാസം വെടിഞ്ഞ ജോർജിയൻ പാത്രിയർക്കീസ് മാർ ഈലിയ രണ്ടാമൻ്റെ ആത്മാവിന് മുൻപിൽ സവിനയം പ്രണാമം അർപ്പിക്കുകയാണ്. ഈ പിതാവ് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ഉറ്റ സ്നേഹിതനും സഭയുടെ ചരിത്രവും പാരമ്പര്യവും വളരെ ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു സഭാധ്യക്ഷനുമാണ്. ജോർജിയയിലെ സഭയുടെ ചരിത്രം നമ്മോട് പറയുന്നത് പരിശുദ്ധ അന്ത്രയോസ് ശ്ലീഹായാണ് ആ പ്രദേശത്ത് ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിച്ചത് എന്നാണ്. ഐബീരിയൻ പെനിൻസുലയിൽ ക്രിസ്തു വിശ്വാസികളായ ആളുകളും സഭകളുമൊക്കെ ദീർഘകാലം അന്ത്യോക്യ സഭയുടെയും അന്ത്യോക്യ പാത്രിയർക്കീസിൻ്റെയും കീഴിൽ ആയിരുന്നു എന്നുള്ളതും നമ്മുടെ സഭയുടെ ചരിത്രവുമായി സാമ്യമുള്ള ഒരു കാര്യമാണ്. എന്നാൽ പിന്നീട് ആ സഭ ഒരു സ്വയം ശീർഷക സഭയായി തീരുകയും അതിൻ്റെ മേലധ്യക്ഷന് കത്തോലിക്ക പാത്രിയർക്കീസ് എന്ന സ്ഥാനം ലഭിക്കുകയും ചെയ്തു. അത്തരത്തിൽ പൊതുവായ ചില സാമ്യങ്ങൾ ഉള്ളതുകൊണ്ടാകാം പരിശുദ്ധ മാർ ഈലിയ രണ്ടാമൻ പാത്രിയർക്കീസ് ബാവായിക്ക് നമ്മുടെ സഭയോട് പ്രത്യേക കരുതലും സ്നേഹവും ഉണ്ടായിരുന്നത്. 1933 ജനുവരി മാസം 4-ാം തീയതിയാണ് അദ്ദേഹം ഈ ലോകത്തിൽ ഭൂജാതനായത്. ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഈ പിതാവ് 1957 ഏപ്രിൽ 18-ാം തീയതി ശമാശപട്ടം സ്വീകരിക്കുകയും 1959 മെയ് മാസം 10-ാം തീയതി ഖശീശ സ്ഥാനം ഏൽക്കുകയും ചെയ്തു. 1963 ജൂലൈ 25-ാം തീയതി അദ്ദേഹം ഒരു ബിഷപ്പായി അവരോധിതനാകുകയും 1964 മുതൽ 67 വരെ അദ്ദേഹം ഒരു ഭദ്രാസനത്തിൻ്റെ പ്രത്യേകിച്ചും ബാറ്റൂമിയ ഷെമോ മോഡി എന്ന ഭദ്രാസനത്തിൻ്റെ ചുമതല വഹിക്കുകയും ചെയ്തു. 1967 മുതൽ 77 വരെ 10 വർഷക്കാലം അദ്ദേഹം സുഖൂമി ആൻഡ് അബ്ഗാസിസ് എന്ന് പറയുന്ന ഭദ്രാസനത്തിൻ്റെ ചുമതലയായിരുന്നു. 1977 അദ്ദേഹം ജോർജിയ സഭയുടെ പരമാധ്യക്ഷനായി പരിശുദ്ധനായ ദാവീദ് അഞ്ചാമൻ്റെ പിൻഗാമിയായി സ്ഥാനം ഏൽക്കുന്നത്. നമ്മുടെ സഭയുടെ കാതോലിക്കേറ്റിൻ്റെ സപ്തതി ആഘോഷിച്ച വേളയിൽ ഈ പരിശുദ്ധ പിതാവ് മലങ്കര സഭ സന്ദർശിക്കുകയും നമുക്ക് വലിയ പ്രോത്സാഹനം നൽകുകയും ചെയ്തു. 1982 സെപ്റ്റംബർ മാസം 5-ാം തീയതി മുതൽ 12-ാം തീയതി വരെയാണ് മലങ്കരയിലെ കാതോലിക്കേറ്റിൻ്റെ സപ്തതി ആഘോഷങ്ങൾ വിപുലമായി ഇന്ത്യയിലെങ്ങും കൊണ്ടാടപ്പെട്ടത്. സെപ്റ്റംബർ മാസം 5-ാം തീയതി എറണാകുളത്തും ബോംബെയിലും ഒരേ സമയത്ത് തന്നെ ഉദ്ഘാടന സമ്മേളനം നടന്നു. അതിൽ ബോംബെയിലെ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്തത് ഇന്നലെ കാലം ചെയ്ത പരിശുദ്ധനായ ഈലിയ രണ്ടാമൻ കാതോലിക്കോസ് പാത്രിയർക്കീസാണ്. അതിനുശേഷം സെപ്റ്റംബർ 12-ാം തീയതി കോട്ടയത്ത് നടന്ന സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും അദ്ദേഹമായിരുന്നു.
ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് സമാരാധ്യനായ ഗ്യാനി സെയിൽ സിംഗ് ആയിരുന്നു. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാവ തിരുമേനി സഭയുടെ ബഹുമതിയായ ഓർഡർ ഓഫ് സെയിൻറ്റ് തോമസ് നൽകി ഗ്യാനി സെയിൽ സിംഗിനെ ആദരിച്ചു. അധ്യക്ഷത വഹിച്ച മാർ ഈലിയ രണ്ടാമൻ ബാവ തിരുമേനി നമ്മുടെ ബാവ തിരുമേനിയെ അന്ന് വിശേഷിപ്പിച്ചത് അദ്ദേഹം ഭാരതത്തിൻ്റെ കാതോലിക്കോസ് പാത്രിയർഗീസ് ആണ് എന്നാണ്. സ്വന്തം നാമവിശേഷം തന്നെ, സ്ഥാനവിശേഷം തന്നെ ഈ പുരാതന സഭയുടെ തലവനും നൽകി അദ്ദേഹം നമ്മളെ ആദരിക്കുകയുണ്ടായി. 1964 മുതൽ 77 വരെ ജോർജിയൻ സഭയുടെ എക്യുമെനിക്കൽ റിലേഷൻസിൻ്റെ ചുമതല വഹിച്ച ഈ പിതാവ് നമ്മുടെ സഭയോട് പ്രത്യേക ആദരവ് കാണിച്ചു, നമ്മെ സ്നേഹിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. ന്യൂയോർക്കിലുള്ള സെയിൻറ്റ് ടീക്കോൺസ് ഓർത്തഡോക്സ് സെമിനാരിയിലും ന്യൂയോർക്ക് തിയോളജിക്കൽ അക്കാഡമിയിലും പഠിച്ച് ഡോക്ടറൽ ബിരുദം നേടിയ ഈ പിതാവ് സഭാചരിത്രത്തിലും പൗരസ്ത്യ വേദശാസ്ത്രത്തിലും അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്ന ആളാണ്. ബലഹീനായ എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തെ പറ്റിയുള്ള നല്ല സ്മരണ നിൽക്കുന്നത് വൈദിക സെമിനാരി വിദ്യാർത്ഥിയായി 82 ഞാൻ പഠിക്കുന്ന കാലത്ത് കോട്ടയം പഴയ സെമിനാരിയുടെ മദ്ബഹായിൽ പുണ്യശ്ലോകനായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ മദ്ബഹായ്ക്കകത്ത് ഇടതുവശത്ത് മലങ്കരയുടെ കാതോലിക്കോസ് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാവ സിംഹാസനാരൂഢനായിരുന്നു. വലതുവശത്ത് ജോർജിയൻ പാത്രിയർക്കീസ് മാർ ഈലിയ രണ്ടാമനും ഉപവിഷ്ടനായി. അന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ധൂപക്കുറ്റി വീശുവാനുള്ള ഭാഗ്യം ലഭിച്ച ഞാൻ ഇരുപിതാക്കന്മാരുടെയും കൈമുത്തുകയും അവരിൽ നിന്ന് ധൂപക്കുറ്റിയിൽ കുന്തിരിക്കം സ്വീകരിച്ച് ധൂപാർപ്പണം നടത്തുകയും ചെയ്തു. ചില ആളുകൾ ആ സമയത്ത് അതിനുശേഷം വിമർശിച്ച് നമ്മളുമായി കുർബാന സംബന്ധമില്ലാത്ത ഒരു സഭയുടെ തലവൻ്റെ കൈമുത്തുന്നത് ശരിയാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ പരിശുദ്ധ മദ്ബഹായിൽ മലങ്കരയുടെ കാതോലിക്കായ്ക്ക് തുല്യനായി ഇരുത്താമെങ്കിൽ, വിശുദ്ധ കുർബാനയുടെ സമയത്ത് അദ്ദേഹത്തിനെ ആദരിക്കാമെങ്കിൽ മറ്റ് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നുള്ളതാണ്. വളരെ ശോഭനമായ മുഖമുള്ള, വളരെ ആകാര സൗഷ്ഠവം തുളുമ്പി നിന്ന ആ പിതാവ് ജോർജിയൻ സഭയുടെ ആധുനിക കാലത്തെ ഒരു ദൃക്സാക്ഷിയും നേതൃസ്ഥാനത്തുള്ളയാളുമായിരുന്നു. 1921 റഷ്യൻ വിപ്ലവത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന സഭയുടെ വളരെ വിഷമം പിടിച്ച കാലഘട്ടത്തിൽ അതിനെ നയിക്കുകയും പിന്നീട് 89 ശേഷം സ്വതന്ത്രമായ രാജ്യത്ത് എല്ലാവിധ സ്വാതന്ത്ര്യത്തോടും കൂടി ആ സഭയെ നയിക്കുകയും ചെയ്ത ഈ പിതാവിൻ്റെ ആത്മാവിനെ ദൈവം തമ്പുരാൻ സ്വർഗീയ സഭയിൽ ചേർക്കട്ടെ, നിത്യമായ ആരാധനയിൽ പങ്കുചേരുവാൻ തക്കവണ്ണം ദൈവമിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.